പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നത പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും
സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ വലിയ വലിയ കാര്യങ്ങളില്ലേ, വലിയ വലിയ കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ചെയ്യാനുള്ളതല്ലെന്ന് വിശദീകരിച്ച് തരാം. അതായത് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കണം അത് നമ്മൾ ചെയ്യാനുള്ളതാണ് അല്ലെന്ന്. അത് നിങ്ങൾ ഇച്ചിരി നാട്ടുഭാഷയില്ലേ, അത് നിങ്ങളെ കൂട്ടിയാൽ കൂടത്തില്ലെന്ന് പറയും. അതുപോലെയുള്ള വിഷയങ്ങളാണ് ചില വിഷയങ്ങൾ. അപ്പോൾ അത് അതേപോലെ അമ്മ കുറേ അധികം ധ്യാനിച്ച് അമ്മയ്ക്ക് കിട്ടിയൊരു കൺക്ലൂഷനാണത്. എന്താണ്? വലിയ കാര്യങ്ങളാണെങ്കിൽ അത് ശക്തനായവൻ ചെയ്യേണ്ടതാണെന്ന്. അതാണ് അമ്മ പറയണത്. ശക്തനായവൻ എനിക്ക് വലിയ, അപ്പം നീ ഇപ്പം അനുഭവിക്കുന്ന കാര്യം വലുതാണെങ്കിലേ ഞാനെന്ത് ചെയ്യും. എൻ്റെ അപ്പനൊരു പരിപാടി ഉണ്ടായി. എൻ്റെ അപ്പനെ അത് കോമഡിയോട് പറയുകയല്ല, ഞാൻ കണ്ടതാണ്. ചില ദിവസങ്ങളിലൊക്കെ അപ്പൻ ഈ വിരലുണ്ടല്ല, ഇത് ഇങ്ങനെ ഇട്ടേണ്ടത് ഇങ്ങനെ ഈ മുൻപല്ലേ അടുത്ത പല്ലരും ഒരടിച്ചിട്ട് തള്ള വിരൽ കൊണ്ട് ഇങ്ങനെ വട്ടം വരക്കും, നിൽക്കണ വട്ടം ചെയ്യുന്നുണ്ട്. എനിക്കന്നൊരു 5 വയസ്സേ ഉള്ളു. അപ്പൻ എന്നിട്ട് പറയും, വേറെ എന്താ ചെയ്യുക. എന്തെങ്കിലും ഒരു അൽക്കുലത്ത് വിഷയം ഉണ്ടായി കഴിയുമ്പോഴാണ് അപ്പൻ ഇങ്ങനെ പറയും എന്താ ചെയ്യുക. ഇപ്പം എനിക്ക് പിന്നീട് വലുതായപ്പോഴേ അപ്പൻ്റെ ഈ ഒരു അവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത്, എൻ്റെ ജീവിതത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വട്ടം വരക്കാൻ ഒക്കെ ഒന്നും പോയിട്ടില്ല. അതിൻ്റെ കാരണം അപ്പനെ ഉണ്ടായതിനെ കൂടുതലും ദിവ്യകാരുണ്യ ബന്ധം എനിക്കുണ്ടായിരുന്നു. അമ്മ കൂടെ നിൽക്കുമ്പോൾ ദിവ്യകാരുണ്യ ബന്ധത്തിന് ഭയങ്കര മിഴിവാണ്. നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് അമ്മയുമായിട്ട് പോകുമ്പോഴാണ് ദിവ്യകാരുണ്യം ഒരുതരം കെട്ടിലായ അവസ്ഥ വരും. ദിവ്യകാരുണ്യത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പാടല്ലേ. കർത്താവ് എന്തോ ഒരു പെയിൻ എടുത്ത് ദിവ്യകാരുണ്യത്തിലായിരിക്കുന്നതിന് പിന്നിൽ ഈശോയ്ക്ക് ഭയങ്കര മുതൽമുടക്കാര്യത്തിൽ ലൈഫ് ഈ കുരിശു മരണ പീഡാനുഭവങ്ങളില്ലേ, അതിനുശേഷം ദിവ്യകാരുണ്യം ആകണത് ഈശോ. അപ്പോൾ വല്ലവരുമൊക്കെ വല്ലതും പറഞ്ഞുകൊണ്ട് ചെന്നാലൊന്നും നടക്കത്തില്ല. കാര്യം വെച്ചാൽ ദിവ്യകാരുണ്യത്തെ അങ്ങനെ അപ്രോച്ചബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. കാരുണ്യ അപ്രോച്ച് വെച്ചാൽ ദിവ്യകാരുണ്യ പ്രോസസ്സിലേക്ക് ഈശോ വരുന്നതിന് മുമ്പ് മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേണ്ടത് ആവശ്യം. ഭൂമിയിലെ മഹത്വമാണ് ദിവ്യകാരുണ്യം എന്ന് പറയണത്. സ്വർഗത്തിലെ മഹത്വം പോലെ ഭൂമിക്കും ഈ പാഷൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിൽ 2 മഹത്വ സാന്നിധ്യങ്ങളുണ്ടാക്കി. ഒന്ന് നമ്മുടെ കൂടെയുള്ള മഹത്വ സാന്നിധ്യം, രണ്ടാമത്തത് സ്വർഗത്തിലുള്ള മഹത്വ സാന്നിധ്യം. ലൂക്ക 24:26 ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ. അപ്പം അത് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു കാലാവസ്ഥയിലാണ് ഈ വെളിപാട് വരണത്. ഈശോ അതിനുള്ളിൽ എമ്മാവൂസിൽ വെച്ച് ദിവ്യകാരുണ്യമായി മാറിയല്ല. എമ്മാവൂസിൽ വെച്ച് ദിവ്യകാരുണ്യം ആദ്യം അനുഭവിച്ചവരല്ലേ പിന്നീട് അവർ നിരാശപ്പെട്ട് തിരിച്ചുപോയ എമ്മാവൂസിലേക്ക് പോയ ആൾക്കാർ തിരിച്ചു പോണത്. അപ്പം ദിവ്യകാരുണ്യത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. തിരിച്ച് താൻ ഏത് വിഷയത്തിനാണ് വെച്ചാണോ തിരിച്ചു പോകുന്നത്, വേദനിച്ചും നിരാശപ്പെട്ടും പോകുന്നത്, അത്യാവശ്യത്തോടെ അതിലേക്ക് തിരിച്ചു വിടുന്നത് ദിവ്യകാരുണ്യമാണ്.
അപ്പം മുറിച്ചപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നതുപോലെയുള്ള അവസ്ഥ അവിടെ നിന്നാണ് നമ്മുടെ ദിവ്യകാരുണ്യം ആരംഭിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് അറിയേണ്ട ആവശ്യമാണെന്ന് പറയുമ്പോൾ നമുക്ക് മിശിഹയുടെ സഹനത്തിലൂടെ 2 മഹത്വ സാന്നിധ്യം കിട്ടി. ഒന്ന് സ്വർഗത്തിലുള്ള കർത്താവിൻ്റെ മഹത്വം, ഭൂമിയിലുള്ള കർത്താവിൻ്റെ മഹത്വം. അതാണ് അപ്പോൾ ഭൂമിയിലുള്ള കർത്താവിൻ്റെ മഹത്വമാണ് ദിവ്യകാരുണ്യം. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് ഏത് സമയത്തും പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് പോകാൻ അങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. കർത്താവിൻ്റെ പീഡാനുഭവത്തെ ദിവ്യകാരുണ്യത്തിൽ ഇത് ആർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യം അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് ദിവ്യകാരുണ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ വിളക്ക് വെളിച്ചുകൊണ്ട് മുട്ടുകുത്താവുന്നത് അതൊക്കെ സ്വാഭാവിക അനുഷ്ഠാന രീതികളാണ്. മറിച്ച് ആ ദിവ്യകാരുണ്യത്തിൻ്റെ ആത്മബന്ധവും സത്താപരമായ ഷെയർ പങ്കാളിത്ത പെൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ. അതുപോലെ തന്നെ പങ്കാളിത്ത സാന്നിധ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യം ചെയ്യേണ്ടി വരും. അല്ലാതെ വികാരനാണല്ലോ അവിടെ ഇരിക്കണമെന്നാൽ മുട്ടുകുത്തിയേക്കാമെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പങ്കാളിത്തം, നമുക്കൊരു ദൈവ ആരാധന കിട്ടും, നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കും. പക്ഷെ പങ്കാളിത്ത സാന്നിധ്യം എന്ന് പറയണത് വേറെയാണ്. ദിവ്യകാരുണ്യം ഭാഗിച്ച് വീതിച്ചിട്ട് ഇത് എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞില്ലേ? അപ്പം പങ്കാളിത്ത സാന്നിധ്യത്തിന് ദിവ്യകാരുണ്യത്തിന് ഭയങ്കര വിലയാണ്. അപ്പം പങ്കാളിത്ത സാന്നിധ്യം എങ്ങനെ ഉണ്ടാകാനാണ്? ഈ മിശിഹായി ദിവ്യകാരുണ്യം മുറിച്ച് കഴിയുമ്പോൾ സഭ ഒരു വല്ലാത്തൊരു വലിയ കാര്യം പറയും. അതാണ് അതിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. അതെന്താ പറയണത്? വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാമെന്ന് പറയും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യണത്? കർത്താവെ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കും. വായിക്കിടക്കുന്ന നാക്കുകൊണ്ട് മരണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടത്തില്ല. മരണം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ അംശം നമ്മുടെ ജീവിതത്തിലെ ശരീരത്തിൽ ഉണ്ടായിട്ട് നമ്മളത് വിശ്വാസപൂർവ്വം അംഗീകരിക്കണം. അല്ലാതെ പുസ്തകത്തിൽ കുർബാനത്തിൻ്റെ കുർബാന സഹായിയെ കൊണ്ട് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഉയർപ്പ് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടത്തില്ല. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്തറിഞ്ഞിട്ടാണ് നീ അത് പറയണത്? ദിവ്യകാരുണ്യത്തിൽ പങ്കാളിത്ത സാന്നിധ്യമാണ്. ഇത് വാങ്ങി ഭക്ഷിക്കാൻ പറഞ്ഞു, എടുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞു. എടുത്ത് ഭക്ഷിക്കാൻ ഈശ്വരമായിട്ട് പറഞ്ഞിട്ടില്ല. ഇതില്ലേ, വാങ്ങി ഭക്ഷിക്കുകയാണ് അതിൻ്റെ എമ്മാവൂസിൽ സംഭവിക്കുന്നതും അന്ത്യത്താറ് സംഭവിക്കുന്നതും. പങ്കാളിത്തമാണ്. ആ ഭക്ഷിക്കുന്നവനും ആ മുറിവിൽ പങ്കെടുക്കണം. അപ്പം അതിൻ്റെ അകത്ത് വരണം മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. മരണത്തെ പ്രഖ്യാപിക്കാൻ, അന്തസ്സോടെ മരണത്തെ പ്രഖ്യാപിക്കാൻ കഴിയണം. ജീവിതത്തിലും മുറിവും മരണമൊക്കെ ഉണ്ടാവും. അത് അന്തസ്സോടെ ദൈവഹിതമാണ്, ദൈവ പദ്ധതിയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മരണമാണ് ഇതിലൂടെ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്ന കാര്യം കർത്താവിനും മനസ്സിലാകണം. ഈസ് പ്രൊക്ലെയിം മൈ ഡെത്ത്. പിന്നെന്താ രണ്ടാമത്തത്? ഉയർപ്പിൽ വിശ്വസിക്കുന്നു. മരണത്തെ പ്രഖ്യാപിക്കുന്ന നിരാശയില്ലാത്ത എന്താ? ഉയർപ്പിൽ പങ്കാളിയാകുമെന്നാണ്. ഉയർപ്പിൽ പങ്കാളിയാകുകയാണ് നമ്മൾ. ഇവിടെയും പങ്കാളിത്തമാണ്. പങ്കാളിത്ത ഉയർപ്പാണത്. പിന്നെന്താണ്? വരവ് കാത്തിരിക്കുകയാണ്. അല്ല എല്ലാം ശരിയാവുമെന്ന് പറയുകയല്ല. എല്ലാം ശരിയാവുമെന്ന് പറയുന്നിട്ടുള്ളൊരു മനുഷ്യനെ മോഹിപ്പിക്കുന്നൊരു വിഷയമില്ല, അതല്ല. എല്ലാം ശരിയാകുന്നൊരു സമയമുണ്ട്. എപ്പോഴാണ്? വരവ് കാത്തിരിക്കുമ്പോൾ, അവൻ്റെ വരവിനെ വരവേൽക്കുമ്പോൾ ആണ് എല്ലാം ശരിയാണ്. അപ്പം അവൻ ജീവിതത്തിൻ്റെ ഒരു ഉമ്മാക്കിക്കും നിന്ന് കൊടുക്കത്തില്ല. അതിനെതിരെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ചെറുത്ത് നിൽക്കാം. ഇവനാണ് ദിവ്യകാരുണ്യത്തിൽ വന്ന് മുട്ടുകുത്തേണ്ടത്. ഇതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാത്തോളം കാലം എന്താ എന്നെപ്പോലുള്ളവർക്ക് എന്താ ചെയ്യാൻ പറ്റണത്? അമ്മയും കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ ഒറ്റയ്ക്ക് നടന്ന് ദിവ്യകാരുണ്യത്തിൽ പോണത് അമ്മയും വിളിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണത് തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഞാനെപ്പോഴും ദിവ്യകാരുണ്യത്തിൽ ഇരുന്നുകൊണ്ട് കൊന്തേരണ ആളാണ്. ദിവ്യകാരുണ്യത്തിൽ ഇരുന്നുകൊണ്ട് കൊന്തേരണത് ഒരുപക്ഷെ ചിലക്കത് മനസ്സിലാവത്തില്ല. പക്ഷെ അതെന്താ സംഭവം? കാനായിൽ ദിവ്യകാരുണ്യം ആദ്യം ചൊരിഞ്ഞപ്പോൾ അമ്മയായിരുന്നു അതിൻ്റെ പ്രൊമൾഗേറ്റർ. അതിലേക്ക് എത്തിച്ചില്ലേ? ദിവ്യകാരുണ്യത്തിലേക്ക് എത്തിച്ചത് ആരാ? അപ്പം അമ്മയെ വിളിച്ചോണ്ട് ദിവ്യകാരുണ്യത്തിൽ പോകണമെന്ന് നിസ്സാര കാര്യമില്ല. എൻ്റെ ദൈവവേദന, നീ നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദിവ്യകാരുണ്യത്തിൽ നിൽക്കുമ്പോഴേക്ക് പോകുമ്പോൾ അമ്മയും വിളിച്ചുകൊണ്ട് പോകണം. അമ്മയെ നീ എവിടെ വിളിച്ചാലും വരത്തില്ലെങ്കിലും ദിവ്യകാരുണ്യത്തേക്ക് വിളിക്കുമ്പോൾ അമ്മ തീർച്ചയായിട്ടും വരും. കാര്യം അമ്മയുടെ ഇഷ്ടവും ഈശോയുടെ ഇഷ്ടവും എല്ലാം അവിടെ, നിൻ്റെ ഇഷ്ടവും എല്ലാം ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണ്. നീ അമ്മയിലൂടെ യേശുവിലേക്ക് വളരട്ടെ.
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ വന്നു നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായ യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അതുല്യ, ഇതെൻ്റെ അമ്മ സീമ. ഞങ്ങൾ കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 8/7/2024 ഞാനൊരു നേഴ്സാണ്. ഞാൻ ആദ്യമായിട്ട് മാതാവിനെ അറിയുന്നത് ഞാൻ പഠിക്കുന്ന കാലത്താണ്. ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ്. ഞാനങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന ഒരാളൊന്നുമല്ല, ബിലോ ആവറേജ് എന്ന് തന്നെ പറയാം. അതിലും താഴെയാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. എനിക്ക് പഠിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സപ്ലി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എഴുതിയെടുക്കാം അങ്ങനെ ഒരു ചിന്തയായി. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ മാതാവിനെ അറിയുന്നത്, കൃപാസനത്തിലെ മാതാവിനെ അറിയുന്നത്. അതുവരെ എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ പക്ഷേ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കാറുണ്ട്. ഞാനും അമ്മയും എപ്പോഴും തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളൊരു അക്രൈസ്തവരാണ്, എങ്കിലും ഞങ്ങൾക്ക് മാതാവിനെ ഈശോയും വളരെയധികം വിശ്വാസമായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാനും തുടങ്ങി. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ സമയമൊന്നും എനിക്കറിയില്ല. എനിക്ക് സമയമുള്ളപ്പോഴൊക്കെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് 4th ഇയർ വരെ എന്നെ അമ്മ മാതാവ് ഫസ്റ്റ് ക്ലാസ്സിലൂടെയാണ് പാസ്സാക്കിയത്. അതൊരിക്കലും എൻ്റെ മെറിറ്റ് അല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അമ്മ മാതാവ് എന്നെ ഉയർത്തിയതാണ്. ഞാനല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു 4th ഇയറിൽ ഫസ്റ്റ് ക്ലാസ് എല്ലായിടത്തും ഫസ്റ്റ് ക്ലാസ്സോടെ അമ്മ പിന്നെ എനിക്കൊരു തോൽവി തന്നിട്ടില്ല ഇവിടെ. അത് കഴിഞ്ഞ് എൻ്റെ 4th ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ആദ്യമാണ് ഞാനിവിടെ വരുന്നത്. 2023 ഞാൻ ആദ്യം മാതാവിൻ്റെ അടുത്ത് വരുന്നത്. അന്ന് മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞിട്ട് പോകാം എന്നാണ് ഓർത്താണ് വന്നത്. എൻ്റെ അമ്മയാണ് ആദ്യം ഇവിടെ വന്നേരം ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ ഓർത്തു എവിടെയെങ്കിലും ജോലിക്ക് കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ എടുക്കുന്നത്, അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ല, മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജോലിക്ക് കയറാമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയിട്ട് വിദേശത്ത് പോകണം എന്നൊരു ചിന്തയായി എനിക്ക്. അപ്പം ഞാൻ OET പഠിക്കാൻ തീരുമാനിച്ചിട്ട് അന്നേരം ഞാൻ ഓർത്തെന്നാൽ എനിക്ക് ഉടമ്പടി എടുക്കാം. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് OETക്ക് ചേരാമെന്ന് കരുതി ഞാൻ ഉടമ്പടി എടുത്തു, OETക്ക് ചേർന്നു. എനിക്ക് ലാംഗ്വേജൊക്കെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ എന്നിട്ടും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സ്പീക്കിങ്ങിനൊക്കെ പ്രാക്ടീസ് ചെയ്യാറൊക്കെ ഉള്ളത്. പക്ഷേ OET ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് OET എനിക്ക് കിട്ടിയില്ല. ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ സ്പീക്കിംഗ് ആയിരുന്നു. പക്ഷേ അതിന് എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു, ബാക്കിയൊന്നും എനിക്ക് സ്കോറില്ല. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ നിരാശയായി. പിന്നെ ഞാൻ വേണ്ടെന്ന് വെക്കാമെന്ന് വെച്ചു. OET വേണ്ട, എല്ലാവരും എൻ്റെ അടുത്ത് OET ഇനി എഴുതുമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് വെച്ചു. ഞാൻ ജോലിക്ക് കയറി. അത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സൗത്തിക്ക് പോകണം എന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഒരു ഏജൻസിയിൽ ഞാൻ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. എനിക്കൊരു പ്രതീക്ഷയില്ല, കിട്ടിയാൽ കിട്ടട്ടെ എന്നൊരു രീതിയിൽ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കയറിയത്. അപ്പം അതിൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് വന്നത് തന്നെ നല്ലൊരു ഇൻ്റർവ്യൂവർ ആയിരുന്നു. മാതാവിനെ പോലെ ഒരാളായിരുന്നു, നല്ലൊരാൾ, ചിരിച്ച മുഖത്തോടെയായിരുന്നു എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് എൻ്റെ അടുത്ത് അവർ ചോദിച്ചത്. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ പറയാൻ പറ്റി. എങ്കിലും എനിക്ക് എൻ്റെ കഴിവ് വിശ്വാസമില്ലാത്തതുകൊണ്ട് കിട്ടുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, കിട്ടിയാൽ കിട്ടട്ടെ മാതാവേ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരായിരുന്നു അറ്റൻഡ് ചെയ്തത്. ആ അറ്റൻഡ് ചെയ്തതിൽ ആദ്യം അമ്മ മാതാവ് എനിക്കാണ് ഓഫർ ലെറ്റർ തന്നത്. അപ്പം ഞാൻ ഓർത്തു, മാതാവ് എനിക്ക് ഓഫർ ലെറ്റർ തന്നു, എനിക്കിനി എല്ലാം പെട്ടെന്ന് നടക്കും എന്ന് ഞാൻ ചിന്തിച്ചു. എല്ലാം പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരുന്നു സന്തോഷിച്ചു. ആദ്യം ഓഫർ ലെറ്റർ കിട്ടിയ എനിക്ക് എല്ലാം ഡിലേ ആയിരുന്നു. ഒരു കാര്യം പോലും എനിക്ക് നേരത്തെ നടന്ന് കിട്ടിയില്ല. എന്നിട്ട് എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വളരെയധികം ഡിലേ ആയിരുന്നു. സൗദിക്ക് പോകുന്നവർക്കറിയാം, ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആവാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഡേറ്റ ഫ്ലോയിലായിരുന്നു എനിക്ക് ആദ്യമേ തടസ്സം. ആ തടസ്സം ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള തടസ്സമായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്. 1 മാസം അല്ല അതിന് താഴെ വരേണ്ട കംപ്ലീറ്റ് ആവേണ്ട ഡേറ്റ ഫ്ലോ ആണ് എനിക്ക് കംപ്ലീറ്റ് ആയത്. 2 മാസം എടുത്താണ് എനിക്ക് ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയത്. അപ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. ശനിയാഴ്ച ദിവസം കൂടാതെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വചനം ഒരുപാട് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോൾ വചനം എടുത്താലും മാതാവ് എനിക്ക് ഉത്തരം തരാറുണ്ട്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ഡേറ്റ ഫ്ലോ എനിക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ഡേറ്റ ഫ്ലോ എനിക്ക് കംപ്ലീറ്റ് ആയി കിട്ടി. അത് കിട്ടിയെങ്കിലും എല്ലാം ഏറ്റവും അവസാനമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എലിജിബിലിറ്റി കഴിഞ്ഞാലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ.
അങ്ങനെ എലിജിബിലിറ്റിയും എനിക്ക് ലേറ്റ് ആയിട്ട് തന്നെയാണ് അതെല്ലാം കംപ്ലീറ്റ് ആയത്. ഞാൻ എക്സാം എനിക്ക് ആഗ്രഹിച്ച ഒരു ഡേറ്റിൽ തന്നെ കിട്ടി. സെപ്റ്റംബർ 17 ഞാൻ എക്സാം എഴുതിയത്. അതും ചെന്നൈയിൽ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. ചെന്നൈയിൽ തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. അവിടെ ഞാൻ പോയി ഉടമ്പടി തൈലവും കാശ് രൂപം എല്ലാം ഉപ്പും എല്ലാം കൊണ്ടായിരുന്നു ഞാൻ അന്നേരം എക്സാം എഴുതാൻ പോയത്. സാക്ഷ്യത്തിലൊക്കെ കേൾക്കുന്ന പോലെ എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാതാവ് എനിക്കൊരു അടയാളം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് എക്സാം ഹാളിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള മാഡംസ് എല്ലാം ഗ്രേ കളറായിരുന്നു അവരുടെ യൂണിഫോം. അതെനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി. എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടാണ് എക്സാം ഹാളിൽ കയറിയത്. സിസ്റ്റത്തിൻ്റെ താഴെ ടേബിളിൽ ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സിസ്റ്റം തുറന്നു. എക്സാം തുടങ്ങി. ഞാൻ എക്സാം ഓരോന്ന് അറ്റൻഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പാടായി തുടങ്ങി. ഞാൻ നോക്കിയ ടോപ്പിക്കൊന്നും വരുന്നില്ല. വേറെ എന്തൊക്കെയോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. പ്രയോറിറ്റി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു. അതിലൊന്നും നമുക്ക് ഏതാണെന്നറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ പിന്നെ പരീക്ഷിക്കുവാണോ, എനിക്ക് ഉള്ളതാണ് എനിക്കിത് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ഞാൻ പെട്ടെന്ന് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്ലോസ് ആയി പോകും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലിരുന്ന് ആരും എനിക്ക് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി, നീ ഇത് ചൂസ് ചെയ്യുക. അങ്ങനെ ഞാനെല്ലാം അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഞാൻ ചെയ്തു. പെട്ടെന്ന് തന്നെ ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പിന്നെ വിശ്വാസം പിന്നെയും പോയി. എനിക്ക് പിന്നെ വിഷമം വരാൻ തുടങ്ങി. മാതാവ് എനിക്ക് എക്സാം പാടായിരുന്നല്ലോ, ഞാൻ പാസ്സാകുകയല്ല, എനിക്ക് ഉറപ്പാണ്. ഞാനിവിടെ വരെ എത്തിയത് എൻ്റെ കഴിവുകൊണ്ടല്ലല്ലോ മാതാവല്ലേ എന്നെ ഇവിടെ എത്തിച്ചത്. ഇവിടെ എനിക്കൊരു പരാജയം തരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ചെന്നൈയിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നത് ആ ട്രെയിനിൽ ഒരു പകുതിയോളം ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു അവിടുന്ന് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്, നീ മാതാവിനോടല്ലേ പ്രാർത്ഥിക്കുന്നത്, മാതാവ് നിനക്ക് എല്ലാം തരുമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനങ്ങനെ പിന്നെ വചനം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയിലൊന്നും ഞാൻ മുടക്കം വരുത്തിയില്ല. എപ്പോഴേലും മാതാവ് എനിക്ക് തരുമെന്നൊരു വിശ്വാസമായിരുന്നു എനിക്ക്. സാധാരണ സെപ്റ്റംബർ 17 ഞാൻ എക്സാം എഴുതിയത്. സാധാരണ മന്ത് എൻഡിലാണ് നമ്മുടെ റിസൾട്ട് വരുന്നത്. അപ്പം ഞാൻ ഒരുപാട് ടെൻഷനുള്ളൊരു കൂട്ടത്തിലാണ്. ഞാനെന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ ഒരുപാട് ടെൻഷൻ എടുപ്പിക്കാതെ എനിക്ക് കിട്ടുവാണേലും അല്ലെങ്കിൽ നേരത്തെ തരണമെന്ന് പ്രാർത്ഥിച്ചു. എല്ലാ മാസവും മന്ത് എൻഡ് വരുന്ന റിസൾട്ട് എനിക്ക് സെപ്റ്റംബർ 24 വന്നു. അത് സമയ ചുരുക്കത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഏറ്റവും അവസാനം വരേണ്ട റിസൾട്ടാണ്, ഏറ്റവും അവസാനത്തിൽ വരുന്ന റിസൾട്ട് എനിക്ക് മാതാവ് ഒത്തിരി ടെൻഷൻ എടുപ്പിക്കാതെ സെപ്റ്റംബർ 24 വന്നു. അത് ഞാൻ റിസൾട്ട് മാതാവിന് മുട്ടുകുത്തി നിന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാനത് ഓപ്പൺ ആക്കുന്നത്. ഞാനത് നോക്കിയപ്പം എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ കൂടെ എഴുതിയ എല്ലാവരിലും വെച്ച് ഏറ്റവും മാർക്ക് കൂടുതൽ എനിക്കായിരുന്നു. അതൊരിക്കലും എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് ഒരിക്കലും പാസ്സാകാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലൊരു എക്സാം ആയിരുന്നു അത്. അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ അന്ന് ഒരുപാട് ഞാൻ കരഞ്ഞു. മാതാവിനോടുള്ള നന്ദിയായിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ ഞാൻ ആ എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് മെഡിക്കലായിരുന്നു. മെഡിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് എടുക്കേണ്ട മെഡിക്കൽ കിട്ടുമല്ലെന്ന് കരുതി ഞാൻ മലപ്പുറം പോയി. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു പോകാൻ. അതുകൊണ്ട് ഞാൻ മലപ്പുറത്ത് തന്നെ എന്തായാലും പോകാമെന്ന് കരുതി മലപ്പുറം പോയി. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോയത്. അപ്പം ഞാൻ വിശ്വസിച്ചു, മലപ്പുറത്താണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് എന്തായാലും ഫിറ്റായി കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഉടമ്പടി ഉപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മെഡിക്കൽ എടുത്തു. അതിൽ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ചെസ്റ്റ് എക്സ്റേക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അത് ഫിറ്റല്ല, റിപ്പീറ്റ് പറഞ്ഞു അവിടെ. അന്നേരം ഞാൻ ഒരുപാട് കരഞ്ഞു, മാതാവേ ഞാൻ ഇവിടെ വരെ വന്നതല്ലേ മാതാവേ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടല്ലേ വന്നത്, എന്നിട്ട് എൻ്റെ മെഡിക്കൽ അൺഫിറ്റായി പോയല്ലോ, ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത്, എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒത്തിരി സമയമൊന്നുമില്ല, ഇപ്പം തന്നെ ഓൾറെഡി കുറേ ഡിലേ ആയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇത് ക്യാൻസലാക്കിയിട്ട് വേറെ ഇൻ്റർവ്യൂവിൽ വേറെ എടുക്കണമെന്ന് പറഞ്ഞു, വേറെ സെൻറ്ററിൽ എടുക്കണമെന്ന് പറഞ്ഞു മെഡിക്കൽ. എന്നിട്ട് ഒരു മെഡിക്കൽ എടുക്കണമെങ്കിൽ 8000 സംതിങ് ആണ്. അപ്പോൾ പെട്ടെന്ന് ആ പൈസ ഉണ്ടാക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, എന്തായാലും ഇവിടെ വരെ മാതാവ് എന്നെ എത്തിച്ചു, അതുകൊണ്ട് ഒന്നും കൂടെ എനിക്ക് ഒരു മെഡിക്കലും കൂടെ എടുക്കാം എന്ന് കരുതി ഞാനത് ക്യാൻസലാക്കിയിട്ട് എല്ലാം പുത്തനായിട്ട് ഒരു മെഡിക്കലും കൂടെ എടുത്തു. അതും മലപ്പുറം തന്നെയായിരുന്നു. അന്ന് എനിക്ക് ഇതിപ്പോൾ അൺഫിറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ സെൻറ്ററിൽ ചെന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവും കേട്ടുകൊണ്ടിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ചെസ്റ്റ് എക്സ്റേ എൻ്റെ ആയിരിക്കല്ലേ, മാതാവിൻ്റെ ആയിരിക്കണേ എടുക്കണേ, എൻ്റെ ആകല്ലേ, എൻ്റെ ആണെങ്കിൽ എനിക്കിത് കിട്ടൂല, അതെനിക്ക് ഉറപ്പാണ്, എൻ്റെ രക്തമാവല്ലേ അവിടെ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്. എന്നിട്ട് എപ്പോഴും താമസിച്ചാണ് റിസൾട്ട് വരാറുള്ളത്.
അന്നത്തെ ദിവസം എൻ്റെ റിസൾട്ട് പെട്ടെന്ന് വന്നു. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മെഡിക്കൽ ഫിറ്റാണ്. അതെല്ലാം മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ. അതുപോലെ ഒരുപാട് അത്ഭുതങ്ങളായിരുന്നു പിന്നെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാ കാര്യത്തിലും താമസം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും മാതാവിൻ്റെ ഒരു അത്ഭുതം അല്ലെ ഒരു സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ കഴിഞ്ഞ് പിന്നെ അടുത്തത് വിസയ്ക്കാണ്. വിസയ്ക്ക് അപ്ലൈ ചെയ്തു. മെഡിക്കൽ 2 മാസമുള്ളൂ മെഡിക്കലിൻ്റെ വാലിഡിറ്റി. അപ്പം അതിനുള്ളിൽ വിസ വരണം. എനിക്ക് മാത്രം വിസ വരുന്നില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, എൻ്റെ മെഡിക്കൽ എക്സ്പയറായി. എനിക്കിനി വേറെ വഴിയൊന്നുമില്ല. ഞാൻ ഏജൻസി വിളിച്ച് ചോദിച്ചപ്പോൾ ഏജൻസിക്കാരൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിസ കൊടുക്കുന്നില്ല, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ലായിരുന്നു. അപ്പം ഞാൻ എല്ലാം പെട്ടെന്ന് നടക്കും, എനിക്ക് പെട്ടെന്ന് പോകാമെന്നൊരു ചിന്ത മാത്രമേ എനിക്കുള്ളായിരുന്നു. പ്രാർത്ഥിച്ചു, ഇതേ അപ്പം തന്നെ കിട്ടും, അങ്ങനെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന കൂട്ടാൻ തുടങ്ങി, ഉപവാസം കൂട്ടാൻ തുടങ്ങി. പറയുന്ന പോലെ പത്രങ്ങളൊക്കെ ആദ്യം കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു. അതെല്ലാം എനിക്ക് തന്നെ മാറി. ആ മടിയൊക്കെ തന്നെ മാറി. ഞാൻ തന്നെ സന്തോഷത്തോടെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി, പ്രാർത്ഥിച്ച് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ മെഡിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് റീമെഡിക്കൽ പിന്നെ വന്നു, ഡേറ്റ് വന്നു. ആ മെഡിക്കൽ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഫിറ്റായി. എൻ്റെ വിസയ്ക്ക് പിന്നെ അപ്ലൈ ചെയ്തു. എൻ്റെ ഫ്രണ്ടിന് വിസ വന്നു, എന്നിട്ടും എനിക്ക് വിസ വരുന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഉടമ്പടിയിലല്ലേ, ഉടമ്പടി എടുക്കാത്ത എല്ലാവർക്കും ഇതേ എല്ലാം കിട്ടുന്നു, എനിക്ക് മാത്രം എന്നാ മാതാവേ ഒന്നും കിട്ടാത്തേ, അമ്മ മാതാവിന് എന്നെ ഇഷ്ടമില്ലേ, അമ്മ മാതാവിൻ്റെ മകളല്ലേ ഞാനെന്ന് ചോദിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ എപ്പോഴും മാതാവിനോട് സംസാരിക്കുന്നത് എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ്. ഞാൻ അമ്മയുടെ മകളല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ മാതാവിനോട് സംസാരിക്കാറുള്ളൂ. എന്നിട്ട് അപ്പോഴൊന്നും എനിക്ക് അടയാളങ്ങളൊന്നും കിട്ടുന്നില്ല. ഞാൻ വചനം എടുത്തപ്പോഴാണേലും എനിക്കൊന്നും മനസ്സിനൊരു സന്തോഷമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെയും ഒരുപാട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ നിന്ന് പോകാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങളൊരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറയും, കൃപാസനത്തിൽ പോയിട്ട് ഇത്ര നീ പ്രാർത്ഥിച്ചു, നീ എന്തോരം പ്രാർത്ഥിക്കുന്ന കൊച്ചാ, നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ഒന്നും കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ നീ നിങ്ങളുടെ വിശ്വാസത്തിൽ പ്രാർത്ഥിക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ മാതാവിനെ മാത്രം, ജീവനുള്ള ഈശോയിൽ ഉയർത്തെഴുന്നേറ്റ് ഈശോയിൽ വിശ്വസിക്കുന്നു, അമ്മ മാതാവിൽ വിശ്വസിക്കുന്നു, എന്നിട്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വിഷമം വരുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയോട് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫെബ്രുവരി 2 എൻ്റെ വിസ എനിക്ക് വന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ വിസ എനിക്ക് വരുമെന്ന്. ഫെബ്രുവരി 2 എനിക്ക് വിസ വരില്ല എന്ന് കരുതി ഞാൻ ഫെബ്രുവരി 2 ഞാൻ വേറൊരു ഏജൻസിയിൽ ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഫെബ്രുവരി 1 തലേദിവസം ഫെബ്രുവരി 1 മാതാവിനോട് ചോദിച്ചു, മാതാവ് എനിക്കായിട്ട് ഇത് വെച്ചേക്കുന്നതാണെങ്കിൽ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇടവരരുത്, എനിക്കിത് തരണം. 1 മണിക്കാണ് എൻ്റെ ഇൻ്റർവ്യൂ. ആ 1 മണിക്ക് മുമ്പ് അമ്മ മാതാവ് എനിക്കൊരു അടയാളം തന്ന് എൻ്റെ ടിക്കറ്റിൻ്റെ വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഫെബ്രുവരി 2 ഒരു 12:15 ആയപ്പോഴത്തേക്കും എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അതുലയുടെ വിസ വന്നിട്ടുണ്ട്, സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് അവരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അത്രമാത്രം സന്തോഷമുണ്ടെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് ആദ്യമേ പറഞ്ഞത്. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിനോട് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും എല്ലാം തടസ്സമാണ്, എനിക്കൊന്നും പെട്ടെന്ന് കിട്ടിയിട്ടില്ല. ടിക്കറ്റിൻ്റെ കാര്യമാണെങ്കിലും ടിക്കറ്റ് എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വന്നു ടിക്കറ്റ്, എന്നിട്ടും എനിക്ക് വരുന്നില്ല. അവർക്കൊക്കെ 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് വരുന്ന ടിക്കറ്റ് എനിക്ക് 7 ദിവസം കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു, എന്നിട്ടും 15 ദിവസം കഴിഞ്ഞു, ടിക്കറ്റ് വരുന്നില്ല. ഞാൻ ഏജൻസിക്കാരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും ഇന്ന് വരും, നാളെ വരും എന്ന് പറയും. എനിക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല, കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കും, കൊച്ചേ നീ പഠിച്ചിറങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണോ, നിനക്കൊന്നും ആയില്ലേ, അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു, കരഞ്ഞ ഒരുപാട് രാത്രികളുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും തോന്നിയിട്ടില്ല. അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. മാതാവേ, പഠിച്ചിറങ്ങിയ ഒരാളാണ് ഞാൻ, ഇത്രയും കഷ്ടപ്പെട്ടാണ് എൻ്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ചത്, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ജീവിക്കുന്നത് എന്തൊരു ജീവിതം, അങ്ങനത്തെ ഒരു ജീവിതം എനിക്ക് വേണമെന്നില്ല എന്നൊക്കെ വരെ പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ഒരു അമ്മയോടെന്ന് പറയുന്ന പോലെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എനിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ടിക്കറ്റ് ഉടനെ വരും, 12-ാം തീയതിക്കത്തേക്കൊക്കെ വരും, നീ ടെൻഷനൊന്നും ആവണ്ട എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ടും എനിക്ക് ഏജൻസിയിൽ ഒരു വിശ്വാസമില്ല, കാരണം 1.5 വർഷമായിട്ട് ഇവർ ഇത് തന്നെയാണ് പറയുന്നത്. ഒരാൾ സൗദിക്ക് പോകാൻ വെയിറ്റ് ചെയ്യേണ്ടത് ഒരു 6 മാസമാണ്. ഞാൻ വെയിറ്റ് ചെയ്തത് 1.5 വർഷമാണ് എൻ്റെ സൗദിക്ക് പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. അവിടെയെല്ലാം എനിക്ക് തടസ്സങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായത്. എനിക്ക് ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്, എപ്പോഴേലും എനിക്കത് സാധിച്ചു കിട്ടും, അത് നല്ലതിനായിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ എനിക്ക് പെട്ടെന്ന് സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെയോ ഒരു സാക്ഷ്യം കണ്ടപ്പം 1000 മണി ജപമാല എൻ്റെ മനസ്സിൽ വന്നു. അന്നേരം തൊട്ട് എനിക്ക് 1000 മണി ജപമാല ചെല്ലണം എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ
പറയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല 1000 മണി ജപമാല എനിക്കറിയാം, പക്ഷേ 1000 മണി ജപമാല എങ്ങനെ ചെല്ലേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ യൂട്യൂബിൽ നോക്കി അത് പഠിച്ചു. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 9 ദിവസം ചെല്ലും 1000 മണി ജപമാല. അതിനുള്ളിൽ എനിക്കൊരു അടയാളം, എൻ്റെ ടിക്കറ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ടിക്കറ്റിനൊരു അടയാളം എനിക്ക് തരണം മാതാവെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അന്നത്തെ ദിവസം, അതായത് 1000 മണി ജപമാല ചെല്ലുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ നോയമ്പെടുത്തിട്ടായിരുന്നു ചെല്ലിക്കൊണ്ടിരുന്നത്. അത്ര വിശുദ്ധിയോടെ ചെല്ലണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഈശോയുടെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈശോയുടെ എഴുന്നേൽപ്പ് മാസമാണിത്, ഏപ്രിൽ 5 ഈസ്റ്ററാണ്. ഈസ്റ്ററിൻ്റെ സമ്മാനമായിട്ട് എൻ്റെ ടിക്കറ്റിനൊരു അടയാളം, എൻ്റെ ടിക്കറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ 1.5 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പേര് കരയുന്നു, എൻ്റെ കരച്ചിലൊന്നും കേൾക്കുന്നില്ല ആരും. ഞാൻ 1.5 വർഷമായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടി ഏപ്രിൽ 14-ാം തീയതി കഴിയും. അതിന് മുമ്പ് അമ്മ മാതാവ് എനിക്കിത് തന്നില്ല എങ്കിൽ ഞാൻ മാതാവിനോട് ഇനി ഇതിനെപ്പറ്റി പറയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത്. ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കാരണം എനിക്കിതുള്ളതല്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ ഇനി പറയത്തില്ല മാതാവേ, ഞാൻ ഇനി ഉടമ്പടിയിൽ അമ്മയുടെ കൂടെ നിൽക്കേണ്ട എന്ന അമ്മയുടെ തീരുമാനമെങ്കിൽ എനിക്കത് മനസ്സിലാക്കി ഏപ്രിൽ 14-ന് മുമ്പ് എൻ്റെ ടിക്കറ്റ് വന്നില്ല എങ്കിൽ പിന്നെ മാതാവിനെ ഞാൻ ശല്യപ്പെടുത്തത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 1000 മണി ജപമാല ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഒരടയാളം ഇന്ന് തരണേ. അന്നൊന്നും എനിക്ക് തന്നില്ല. 5-ാമത്തെ പ്രാവശ്യം ചൊല്ലി 6, 7 ഒക്കെ ആയി. അത് കഴിയുമ്പോഴത്തേക്ക് ഈസ്റ്റർ ഏപ്രിൽ 5. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എനിക്കൊരു സമ്മാനമായിട്ട് തരുന്നില്ല എൻ്റെ ടിക്കറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം തരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് എനിക്കൊന്നും നടന്നില്ല. ഈ എല്ലാ സങ്കടങ്ങളും എനിക്ക് തന്നെങ്കിൽ പോലും മാതാവ് എനിക്ക് വേണ്ടി നല്ലത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ 5-ാം തീയതി കഴിഞ്ഞ് 6-ാം തീയതി ആയപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഒന്നും വന്നില്ലല്ലോ. അത് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കും, ഫോണിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഏജൻസിയിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ഫോൺ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, അതുല്യയുടെ ടിക്കറ്റ് വന്നു, ഏപ്രിൽ 14 അതുല്യയുടെ ഡേറ്റ്, അത് 14 പോകേണ്ടത്. ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് ഏപ്രിൽ 14 മുമ്പ് അമ്മയുടെ സന്നിധിയിൽ എൻ്റെ ടിക്കറ്റും കൊണ്ട് എനിക്ക് വരാൻ പറ്റണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ അമ്മ മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അടയാളത്താൽ എനിക്ക് എൻ്റെ ടിക്കറ്റ് ഏപ്രിൽ 14-ാം തീയതി തന്നു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തത് ഞാൻ മാതാവിനോട് ചോദിച്ചതുപോലെ ഈസ്റ്ററിൻ്റെ സമ്മാനമായിട്ട് ഏപ്രിൽ 5-ന് തന്നെയാണ് എൻ്റെ ടിക്കറ്റ് എനിക്ക് ഇഷ്യൂ ചെയ്തത്. മാതാവിനോട് ഞാൻ ചോദിച്ച ഏതൊക്കെ ഡേറ്റാണോ ആ ഡേറ്റിൽ തന്നെയാണ് മാതാവ് എനിക്ക് തന്നത്. ഏപ്രിൽ 5 എൻ്റെ ഈസ്റ്റർ സമ്മാനമായിട്ട് എൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തു. ഏപ്രിൽ 14 എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് എൻ്റെ അമ്മ എനിക്ക് ടിക്കറ്റ് തന്ന് ആ ടിക്കറ്റും കൊണ്ട് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റി. ഇതിന് വലിയൊരു അനുഗ്രഹം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ല. ഇതിൽ കൂടുതൽ എന്ത് നന്മ എന്ത് വലുത് എനിക്ക് വന്നാലും അമ്മ മാതാവ് ഈ തന്നതിൻ്റെ അത്ര ഒരിക്കലും വരത്തില്ല. അത് നേരത്തെ കിട്ടി. അതുപോലെ തന്നെ ഞാൻ മാർച്ച് 1-ന് എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ടിക്കറ്റ് വന്നു. അപ്പം എനിക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്കെന്താ ടിക്കറ്റ് വരാത്തത്, ബാക്കിയുള്ളവർക്കൊക്കെ ടിക്കറ്റ് വന്നല്ലോ, അപ്പോൾ എനിക്കിനി പോകാൻ പറ്റത്തില്ലേ എന്ന് മാതാവിനോട് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ യുദ്ധം വന്നത്. ആ മാർച്ച് 1-ാം തീയതി പോകാനിരുന്നവരുടെ എല്ലാവരുടെയും ടിക്കറ്റ് ക്യാൻസലായി. ഞാൻ ഉടമ്പടി എടുത്ത ഒരാളാണ്. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ടിക്കറ്റ് മാർച്ച് 1-ന് വന്നു എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുമായിരുന്നെങ്കിൽ ആ സാക്ഷ്യത്തിന് ഒരു വിലയില്ലെന്നായി പോയേനെ. അതുകൊണ്ട് മാതാവ് എന്നെ ആ സമയത്ത് എനിക്ക് ടിക്കറ്റ് തന്നില്ല. മനഃപൂർവ്വം മാതാവ് എനിക്ക് തരാത്തതാണ്. എനിക്ക് നല്ലൊരു ഡേറ്റിൽ തന്നെ മാതാവ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഏപ്രിൽ 14-ന് എനിക്ക് തന്നു. അതാണ് ഞാൻ ആഗ്രഹിച്ച കാര്യം. പിന്നെ ഞാൻ പോകുന്നത് സൗദിക്കാണ്. എൻ്റെ ഹോസ്പിറ്റലിൽ പല ബ്രാഞ്ചുണ്ട്. ദമാം, റിയാദ്. ദമാമിലൊക്കെ ഭയങ്കര തിരക്കുള്ളത്. അപ്പം ഞാൻ മാതാവിനോട് വലിയ ആഗ്രഹിച്ചെന്ന് ചോദിച്ചല്ല, ചുമ്മാ ചോദിച്ചു, മാതാവേ എനിക്ക് ദമാം വേണമെന്നില്ല, പിന്നെ മാതാവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ എനിക്ക് തന്നേരം, എനിക്ക് റിയാദാണ് താല്പര്യം എന്ന് പറഞ്ഞു. എൻ്റെ ടിക്കറ്റ് വന്നപ്പോൾ ഞാൻ നോക്കി, എനിക്ക് റിയാദ് തന്നെയാണ് കിട്ടിയേക്കുന്നത്, ദമാമിലല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി എനിക്ക് ഈ അനുഗ്രഹം തന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള രോഗസൗഖ്യത്തെക്കുറിച്ചാണ്, എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ചെസ്റ്റിലൊരു തടിപ്പുണ്ടായിരുന്നു. അത് ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെയാണ് അത് കണ്ടുപിടിച്ചത്. ഞങ്ങൾ ആശുപത്രി കൊണ്ടേ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് അവർ പറഞ്ഞത് അത് നമുക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്കത് ബയോപ്സി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 7 അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസത്തിലാണ് ഞങ്ങൾക്ക് ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടിയത്. 2:30 സമയമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിശ്വസിച്ചു അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന് വിശ്വസിച്ചു. അങ്ങനെ റിപ്പോർട്ട് വന്നു, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, നോർമലായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. അതുപോലെ തന്നെ 14 വർഷമായിട്ട് അമ്മയുടെ ഇടത്തെ കാലിൻ്റെ മുട്ടിന് മണ്ടയിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. ആ തടിപ്പ് 14 വർഷമായിട്ട് ആയതുകൊണ്ട് തന്നെ അവർ വലുതായതുകൊണ്ട് അവർ പറഞ്ഞു ഇത് നമുക്ക് ഓപ്പറേഷനിലൂടെ റിമൂവ് ചെയ്തിട്ട് നമുക്കത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അന്നും ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പ്രാർത്ഥിച്ചു. വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ തൈലം കൊണ്ട് ഉപ്പും കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ റിസൾട്ട് വന്നു. ആ റിസൾട്ടിലും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല.
പിന്നെ ഉള്ളത് എനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണ്. എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ എൻ്റെ ചെസ്റ്റിൽ ഒരു തടിപ്പ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ വന്നു, എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ഈ മാതാവിനോട് പ്രാർത്ഥിച്ച് തൈലം ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്നും. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്കൊരു ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് എന്തായാലും ഒരു USG ചെയ്ത് നോക്കാം. USG ചെയ്ത് നോക്കി, ആ റിപ്പോർട്ടിലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതെല്ലാം മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കിട്ടിയ സൗഖ്യമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കഴുത്തിലും ഒരു തടിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് ഈ സമയത്തിലൂടെ വന്ന കാര്യങ്ങളാണ്. അതിലെല്ലാം എനിക്ക് രോഗസൗഖ്യം മാതാവ് തന്നു. ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ അസുഖങ്ങളും എല്ലാം എന്തൊക്കെ വന്നാലും ആ അസുഖങ്ങൾക്കെല്ലാം ഒരു മരുന്നിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഉടമ്പടി വസ്തുക്കളാണ്. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹം, അമ്മ മാതാവിലൂടെ എന്ന് ജീവിക്കാനാണ് ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നത്. എന്നും ഈ ഉടമ്പടിയിൽ ജീവിച്ച് അമ്മയുടെ മകളായി മുമ്പോട്ട് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് പത്രം കൊടുക്കുക. ആദ്യമൊക്കെ മടിയുണ്ടായിരുന്നു, പിന്നെ മാതാവിനോട് അടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മടിയെല്ലാം മാറി. ഞങ്ങൾ പള്ളിയിൽ അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കും, വഴിയരികിലിരിക്കുന്നവർക്ക് കൊടുക്കും. പിന്നെ ആ കൂടത്തിൽ തന്നെ ചോറും പൊതി ഞങ്ങൾ കെട്ടിക്കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ ആൾക്കാരെ പോയി കാണുക, അവരോട് മിണ്ടുക, പിന്നെ അവർക്ക് ചോറ് പൊതിയൊക്കെ കൊടുക്കുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിൽ പോയി അവിടെയുള്ള കുഞ്ഞുമക്കളെയും അവിടെയുള്ള പ്രായമായവരെയും കാണുകയും അവരുടെ അടുത്ത് സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ആഴ്ചയിൽ 1 മുടങ്ങാതെ പരമാവധി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. പിന്നെ വചനം ഒരുപാട് ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് വചനം വായിക്കാൻ വളരെയധികം എനിക്കിഷ്ടമാണത്. ഞാൻ ഇഷ്ടത്തോടെയാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ 5ഉം 6ഉം ജപമാലയൊക്കെ ഞാൻ എന്നും തന്നെ ചെല്ലാറുണ്ട്. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവും ഈശോയ്ക്കും 1000 നന്ദി. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 2-ാം അധ്യായം 23-ാം വചനമാണ്. ദൈവം നമുക്ക് ആവശ്യമായ അനുഗ്രഹം ശരിയായ സമയത്ത് തന്നെയാണ് നൽകുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മെ കരം പിടിച്ച് ആ ശരത്കാല വൃഷ്ടിയിലേക്ക് നമ്മെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും വേണ്ട സമയത്ത്, വേണ്ട അളവിൽ, വേണ്ട രീതിയിൽ അനുഗ്രഹം നൽകുമെന്ന വിശ്വാസത്തോടെയാണ് ഓരോ ഉടമ്പടി മക്കളും ഇവിടെ വരുന്ന ഓരോ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളുടെ പൂർണ്ണ വിശ്വാസമാണ്, ദൈവത്തിലുള്ള വിശ്വാസം. യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുമെന്ന പൂർണ്ണ വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചില സമയങ്ങളിൽ വരണ്ട മണ്ണ് പോലെയാവാം. ആ സമയത്തും പ്രതീക്ഷ കൈവിടാതെ ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യുന്നോടെ വരെ കാത്തിരിക്കാനാണ് ഉടമ്പടി മക്കളെ നിന്ന് ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നത്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കാണ് ഉടമ്പടി മക്കളെ നയിക്കുന്നത്. വരൾച്ചയിൽ നിന്ന് സമൃദ്ധിയിലേക്കും കണ്ണീരിൽ നിന്ന് സന്തോഷത്തിലേക്കും നയിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. നമുക്കും നമ്മുടെ ജീവിതത്തിലും വരണ്ട ഹൃദയത്തിൽ ആ കർത്താവിനെ കാത്തിരിക്കുവാനായിട്ട് ശ്രമിക്കാം. കൂടുതൽ വിശ്വാസത്തോടും കൂടുതൽ തീഷ്ണതയോടും കൂടി മകൾ അതുല്യ പറഞ്ഞതുപോലെ പല പ്രാവശ്യവും പലപ്പോഴും പല തടസ്സങ്ങളായിരുന്നു. 1.5 വർഷത്തോളം കാത്തിരുന്നു എന്നാണ്. പക്ഷെങ്കിൽ അവസാനം നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്, സാക്ഷ്യപ്പെടുത്തുന്നത്, അവസാനം ദൈവം നൽകിയ ഒരു ശരത്കാല വൃഷ്ടിയെ പറ്റിയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും അമ്മയുടെ മധ്യസ്ഥയിലൂടെ നമുക്കും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഓരോ സമയമുണ്ട്. കർത്താവേ, എൻ്റെ വരണ്ട ഹൃദയത്തിൽ കാത്തിരിക്കുവാനുള്ള ക്ഷമയും വിശ്വാസവും നൽകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മയുടെ മധ്യസ്ഥയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നന്മയ്ക്കും സഹായിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും സമയം അറിയാവുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയെത്തിയ കൃപാസനം അമ്മയാണ് നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും കാത്തിരിക്കാം. ക്ഷമയോടെ, വിശ്വാസത്തോടെ, പൂർണ്ണ തീക്ഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മഴ പെയ്യിക്കാൻ പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും അതിലേക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.